ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون മുസ്ലിം സഹോദരി സഹോദരങ്ങൾ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. അല്ലാഹു അവന്റെ അടിമകൾക്കായി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള, നോമ്പ് മറ്റവർക്കായി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് മനുഷ്യൻ അവൻ നൽകിയിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ് എന്ന്, നിങ്ങളുടേതല്ല എന്ന്. അത് കൈകാര്യം ചെയ്യാൻ അല്ലാഹ് നമ്മെ ഏൽപ്പിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പരീക്ഷണമായി മാറാമെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്ന് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനം, ഇതൊക്കെ ഒരു പരീക്ഷണമാകും. സമ്പത്തിനെ സംബന്ധിച്ച് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് എത്രയും സമ്പാദിക്കാം. അതിന് ഇസ്ലാം പരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിന് നൽകണം. അത് നിങ്ങളുടെ സാമർഥ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ അധ്വാനം കൊണ്ടാണ് ഞാൻ നേടിയത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും അത് അഹങ്കാരിയായ ഖാറൂനിന്റെ വാദമാണ് എന്നുമാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിശ്വാസികളോട് ഖുർആൻ പറയുന്നത് ഇന്നല്ലാഹു അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. അല്ലാഹ് നമ്മളുടെ ശരീരവും നമ്മളുടെ ധനവും അല്ലാഹ് വാങ്ങുകയാണ്. എന്തിനാ വാങ്ങുന്നത്? ബിഅന്നലഹും ജന്ന. വിശ്വാസികളെ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള്
അള്ളാഹു നൽകിയ സമ്പത്ത് നമ്മളുടെ ചില കഴിവുകൊണ്ട് നമ്മളുടെ അധീനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൊടുക്കണം. എല്ലാം അള്ളാന്റെ മാർഗത്തിലൊക്കെ ചെലവഴിക്കണമെന്നല്ല. അള്ളാഹ് നിനക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. ഈ ദുനിയാവിൽ നിനക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിനക്ക് വീടുണ്ടാക്കണം, നിനക്ക് ജീവിക്കണം, നിനക്ക് വസ്ത്രം വാങ്ങണം, നിനക്ക് ഭക്ഷിക്കണം, നിനക്കൊരു വാഹനം വേണം. ഇതൊക്കെ നീ മറന്നു കളയാണ്. പക്ഷേ അള്ളാഹ് നിനക്ക് നൽകിയതിൽ നിന്ന് ഇവിടെ നീ ഒരു വാഹനം വാങ്ങുന്നെങ്കിൽ, ഇവിടെ നീ ഒരു വീട് ഉണ്ടാക്കുന്നെങ്കിൽ, ഇവിടെ നീ വസ്ത്രം ധരിക്കുന്നെങ്കിൽ, ദാറുൽ ആഖിറ അന്ത്യദിനത്തിൽ ഇതുപോലെ നിനക്ക് സുഖസൗകര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അള്ളാഹ് നിനക്ക് നൽകിയതിൽ നിന്ന് നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പൊ എന്റെ ധനം എന്ന് പറയുന്നത് ഇല്ല എന്നും എന്റെ കഴിവുകൊണ്ട് നേടിയ ധനം എന്നുള്ള വർത്തമാനം ഖാറൂനിന്റെ വർത്തമാനമാണ് എന്നും ഖുർആൻ പറയും. അതുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്നവരെ കുറിച്ച്, നോമ്പ് നോക്കുന്നവരെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞത് സക്കാത്ത് കൊടുക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ അവര് ദീനിന്റെ മാർഗത്തിലാണ് എന്ന്. അപ്പോ ഇസ്ലാം കാര്യത്തിൽ മൂന്നാമത്തതാണ് സക്കാത്ത് എന്ന് നമുക്കൊക്കെ അറിയാം. വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിൽ കുറേ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കും, ഞങ്ങൾ നോമ്പ്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്ന സക്കാത്ത്, ആ സന്ദർഭത്തിൽ നൽകിയ സക്കാത്ത് ഞങ്ങൾ കൊടുക്കില്ല. ഇത് കേട്ടപ്പോ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഒരൊട്ടകത്തിന്റെ കയറ്, ഒരാടിന്റെ കുട്ടി, അതാണ് സക്കാത്ത് ഫണ്ടിലേക്ക് തരാതെ ആരെങ്കിലും പിടിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ആരാ പറയുന്നത്? ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്ത് ശുദ്ധീകരിക്കണം. നമ്മുടെ മനസ്സ് ശുദ്ധിയാകുന്നത് പോലെ നമ്മളുടെ സമ്പത്തും ശുദ്ധിയാകണം. അത് ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയത് നമുക്ക് വെറുതെ കിട്ടിയതല്ല. നമ്മളെ വിയർപ്പൊഴുക്കി, നമ്മളെ തലപുകഞ്ഞ് ആലോചിച്ച്, നമ്മളുടെ ചിന്തയും ബുദ്ധിയും സമയവും ഒക്കെ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്ത്, ആ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന് നമ്മളുടേതല്ലാത്ത പാവപ്പെട്ടവന്റെ അവകാശമായ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഇത്രയും നമുക്ക് സമ്പാദിക്കാം, ഒരു പരിധിയില്ല. പക്ഷെ അതിന്റെ നിസാബ് എത്തിയാണ്. നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. സമ്പത്ത് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിക്ക് ഉള്ള സമ്പത്ത് നമ്മളുടെ അടുത്ത് എത്തിയാൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം. ആ പരിധിയൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരുപാട് കേട്ടതാണ്. സമ്പത്തിന്റെ പരിധി നിസാബ് 590 ഗ്രാം വെള്ളി. ആ വെള്ളിക്ക് സമാനമായി ഒരാളുടെ കയ്യിൽ ആ സംഖ്യ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്ന് 590 ഗ്രാം വെള്ളി സ്വന്തം ഇങ്ങനെ ഉത്തരം കൂടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം കണക്കുകളൊക്കെ. 590 ഗ്രാം വെള്ളിക്ക് എത്ര ഉണ്ടാവും? ഏകദേശം 1,68,000 രൂപ 590 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ചുണ്ടാവും. അപ്പൊ ഒരാളുടെ കയ്യിൽ 1,68,000 രൂപ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? 4,200 റുപ്യ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഈ സക്കാത്തിന്റെ കണക്ക് പറയുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമാണ്. കാരണം സമ്പത്താണ്. ഓരോരുത്തരും രാവിലെ തന്നെ സുബഹി കഴിഞ്ഞ് അധ്വാനിക്കാൻ പോകുന്നത് പൈസ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. വിയർപ്പൊഴുക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് മനുഷ്യൻ വല്ലാതെ, കാരണം അതിനോട് വല്ലാതെ സ്നേഹമാണ്. മനുഷ്യൻ അതിനെ വല്ലാതെ സ്നേഹിച്ചു കളയും. അതുകൊണ്ട് തന്നെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും. അപ്പൊ ഈ സക്കാത്തിന്റെ കണക്ക് പറയുമ്പോൾ നമ്മൾ ആളുകൾ ശ്രദ്ധിക്കും. ഈ 1,60,000 റുപ്യക്ക് ഒരു കൊല്ലത്തില് ഒരു പ്രാവശ്യമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും. എന്റെ കയ്യില് 1,60,000 റുപ്യ
ഈ റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ എന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുത്താൽ മതിയോ? അതുപോരാ. നമ്മുടെ കയ്യിൽ 1,60,40,000 രൂപ വന്നാൽ ആ സമയത്ത് സക്കാത്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി. അത് ഒരു കൊല്ലത്തിലിടക്ക് കൊടുത്തു തീർത്താൽ മതി എന്ന് പറഞ്ഞാൽ ലൊഹർ ബാങ്ക് കൊടുത്താൽ ലൊഹർ നമസ്കാരം നമ്മളുടെ മേൽ ബാധ്യതയായി. അസർ വരെ അതിന് സമയമുണ്ട്. അപ്പോ ഒരു കൊല്ലത്തിൽ 1,60,40,000 ഒരു പ്രാവശ്യം സക്കാത്ത് കൊടുത്താൽ മതി. എത്ര കൊടുക്കണം? 2.5% കൊടുക്കണം. അപ്പൊ ഇതാണ് അതിന്റെ ലളിതമായ കണക്ക്. ബാക്കിയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ആ സംശയങ്ങളൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. ചെലവ് കഴിക്കണം, ചെലവഴിച്ചാൽ മതിയോ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കും. അതേപോലെ തന്നെ കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണം, സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് കൊടുക്കണം. അല്ലദീന യക്നിസൂന الذهب والفضة ثم لا ينفقون في سبيل الله فبشرهم بعذاب أليم. സ്വർണ്ണവും വെള്ളിയൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുക, എന്നിട്ട് ലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതൊന്നും ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയുള്ള ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് കൊടുക്കണം. അപ്പൊ എത്ര കൊടുക്കേണ്ടത്? പണ്ഡിത അഭിപ്രായമുണ്ട്. 590 ഗ്രാം വെള്ളിക്ക് സമാനമായ സ്വർണ്ണം ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്ന അഭിപ്രായമുണ്ട്. 10.5 പവൻ സ്വർണ്ണാഭരണത്തിന് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി എന്ന് ഇജ്മാഅ് പണ്ഡിതന്മാർക്കിടയിൽ. 2% കൊടുക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ വള കണ്ടപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ ഇതെന്താണ്? ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഇതൊരു സ്വർണത്തിന്റെ വളയാണ് പ്രവാചകനെ. റസൂൽ ചോദിച്ചു, ആയിഷ നീ ഇതിന്റെ സക്കാത്ത് കൊടുത്തോ? ആയിഷ റളിയല്ലാഹു പറഞ്ഞില്ല. എങ്കിൽ നിനക്ക് നരകത്തിൽ പോകാൻ ഇത് മതി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് സ്ത്രീകളുടേതാണെങ്കിൽ സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. തന്റെ കയ്യിലുള്ള ആഭരണത്തിന് കണക്ക് നോക്കി എല്ലാ വർഷവും അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് ഭർത്താവിൻ്റെതാണ്, അത് ബാപ്പയ്ക്ക് ഉപഹാരം തന്നതാണ്, അത് മോനിക്ക് ഹദിയ തന്നതാണ് എന്നൊന്നും പറഞ്ഞു ആരാണ് ഉടമസ്ഥത ഉള്ളത് അവൻ സക്കാത്ത് കൊടുക്കണം. അതാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ആഭരണങ്ങൾ സക്കാത്ത്. ഉപയോഗിക്കുന്നില്ലേ അങ്ങനെ കണക്കൊന്നും ഇസ്ലാമിലില്ല. ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഉപയോഗിക്കാതിരിക്കുക ഒന്നും ഖുർആനും ഹദീസും പറഞ്ഞിട്ടില്ല. കണക്ക് നോക്കി സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കേണ്ടാത്ത സംഗതിയാണ്. നമുക്ക് വാഹനമുണ്ട്, നമ്മൾ സ്വന്തം ഉപയോഗിക്കുന്ന ഒരു വാഹനം, ഒരു കാർ ഉപയോഗിക്കുന്നുണ്ട്, 10 ലക്ഷത്തിന്റെ 50 ലക്ഷത്തിന്റെ കാർ അയാൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് സക്കാത്തില്ല. സ്വന്തം വാഹനത്തിന് സക്കാത്തില്ല, സ്വന്തം വീടിന് സക്കാത്തില്ല, സ്വന്തം ഭൂമിക്ക് സക്കാത്തില്ല. പക്ഷെ ഭൂമിയിലുള്ള കൃഷിക്ക് സക്കാത്തുണ്ട്. ഖുർആൻ പറയുന്നത്, ഖുർആനിലൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, വഹുവല്ലദീ അൻശഅ ജന്നാത്തിൻ മഅറൂശാത്തിൻ ഗൈറ മഅറൂശാത്തിൻ വന്നഖല വസ്സറഅ മുഖ്തലിഫൻ ഉക്ലുഹു വസ്സൈതൂന വറുമ്മാന മുതശാബിഹൻ ഗൈറ മുതശാബിഹ്. ഖുർആൻ ഇങ്ങനെയെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഹുവല്ലദീ അൻശഅ, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. ജന്നാത്തിൻ മഅറൂശാത്തിൻ ഗൈറ മഅറൂശാത്തിൻ, പന്തലിൽ പടർത്തുന്ന കൃഷി, പന്തലിൽ പടർത്താത്ത കൃഷി. വന്നഖല, ഈത്തപ്പന, വസ്സർഅ മുഖ്തലിഫൻ ഉക്ലുഹു, നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഭക്ഷ്യവസ്തുക്കൾ. വസ്സൈതൂൻ, സൈതൂനും വറുമ്മാൻ, മാതളവും, മുതശാബിഹൻ, സാദൃശ്യമുള്ളതും, ഗൈറ മുതശാബിഹ്, സാദൃശ്യമില്ലാത്തതും. അപ്പോ 1-2 വരിയിൽ ഖുർആന് ലോകത്തുള്ള എല്ലാ കൃഷികളെ കുറിച്ച് പറയുന്നത്. ഖുർആന്റെ പ്രയോഗം നോക്ക്. പന്തലിൽ പടർത്തുന്ന കൃഷി, പടർത്താത്തത്, റുമ്മാന് എല്ലാ ഫ്രൂട്ട്സും, വസ്സൈതൂൻ എല്ലാതരം എണ്ണകൾ ലഭിക്കുന്ന വസ്തുക്കളും. ഇങ്ങനെ 2-3 വരിയിൽ ഖുർആൻ എല്ലാ കാർഷിക വിഭവങ്ങളെയും എല്ലാം കൊണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതിങ്ങനെ വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. ഇതാ അഹ്മറ, അത് കായ്ച്ചൊക്ക വിളവായ നിങ്ങൾ ഭക്ഷിക്കുക. പക്ഷെ ഭക്ഷിച്ചാൽ മാത്രം പോലെ അത് വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ അവകാശം കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. പല തുസ്രിഫും,
നിങ്ങൾ അമിതവ്യം കാണിക്കരുത് കേട്ടോ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ധൂർത്ത് കാണിക്കുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ലോകത്തുള്ള എല്ലാ കാർഷിക വിഭവങ്ങൾക്കും സക്കാത്ത് കൊടുക്കണം. അതിന്റെ കണക്കെങ്ങനെയാ? 300 സാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന കണക്ക്. 300 സാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാവും മൂക്കയും ഒക്കെ പറഞ്ഞിട്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കും. 300 സാഹ് എന്ന് പറഞ്ഞാൽ 6 കിൻഡൽ അരിക്ക് സമാനമായ കാർഷിക വിഭവം. ഒരാൾക്ക് 6 കിൻഡൽ അരിക്ക് എത്ര ഉണ്ടാവും നമ്മൾ നോക്കുക. ഏകദേശം 33,000 ഉണ്ടാവും. 33,000 രൂപയുടെ കാർഷിക വിഭവം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ 5% 1,650 റുപ്യ സക്കാത്ത് കൊടുക്കണം. അത് ഏത് കൃഷിയായിട്ട് നമ്മള് വീട്ടിൽ നമുക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പയറോ അല്ലെങ്കിൽ കയപ്പയോ നമ്മൾ ഉണ്ടാക്കി അതിന് സക്കാത്ത് കൊടുക്കണം എന്നല്ല. അത് കാർഷിക ഒരു ബിസിനസ് ആയിട്ട് ഒരാൾ കൃഷി ചെയ്യാം. ഇപ്പൊ തേങ്ങക്കും അടക്കമൊക്കെ വലിയ വിലയുടെ സമയമാണ്. അപ്പൊ ഒരാൾ തേങ്ങ വലിച്ചു, 33,000 രൂപയുടെ തേങ്ങ കിട്ടി. അതിനൊരു കൊല്ലല്ല ഇതിന്റെ കണക്ക്. ഖുർആൻ പറഞ്ഞിട്ട് അത് വിളവെടുക്കുന്ന സമയത്ത് തന്നെ കൊടുത്തേക്കണം. തേങ്ങ പറിച്ചപ്പോ 33,000 രൂപയുടെ തേങ്ങ കിട്ടിയാൽ 1,650 രൂപ നിന്റെ അവകാശമല്ല, അത് പാവപ്പെട്ടവൻ തിന്നേണ്ടതാണ്. അത് നീ തിന്നരുത്, അതൊക്കെ മാറ്റി വെച്ചേക്കാം. അത് സക്കാത്ത് സെല്ലിലേക്കാണ് കൊടുത്തേക്കാം. അപ്പൊ അതേപോലെ എല്ലാ കാലം അപ്പൊ 33,000 രൂപയ്ക്ക് ഒരാള് കയ്പ കൃഷി ചെയ്തു. അയാൾക്ക് അങ്ങാടി കൊണ്ടുപോയി വിട്ടിട്ട് 33,000 രൂപ കിട്ടി. അയാൾ ചെയ്യണം 1,650 രൂപ സക്കാത്തിലേക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാ കാർഷിക വിഭവങ്ങളും അങ്ങനെ മാറ്റി വെക്കിയാലേ. ഒരാൾ അടക്കം വിറ്റു. ഏത് കാർഷിക വിഭവങ്ങളെയും നമ്മൾ ആ ഒരു 6 കിൻഡൽ അരി അതിന് സമാനമായ സംഖ്യ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുക. അത് 5%. 5% പറയുന്നത് നമ്മൾ അധ്വാനിച്ച് നമ്മൾ നനച്ച് വളം ചെയ്തിട്ടുണ്ടാക്കിയതാണ് 5%. നമ്മൾ ഒരു വളവും ചെയ്തില്ല. ഒരു വളവും ചെയ്യാതെ നമ്മുടെ ഭൂമിയിൽ എന്തൊരു കൃഷി ഉണ്ടായി. ഒരു വലിയ കുറെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ കുറെ പറങ്കിമാവുണ്ട്. അതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യുന്നില്ല. അത് മഴ പെയ്തു, അത് വിരിഞ്ഞു, കുറെ പറങ്കേറ്റ് കിട്ടി. അപ്പൊ അതിന് 10% സക്കാത്ത് കൊടുക്കണം. കാരണം നിങ്ങൾക്ക് ഒരു അധ്വാനം ഇല്ലാത്തതാണ്. അപ്പൊ ഇതാണ് കാർഷിക വിഭവങ്ങളുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഖുർആന്റെ ഒരു പ്രയോഗമാണ്. മുശ്രിക്കീങ്ങൾക്ക് നാശം എന്താണ്? ലാ യൂതൂന സക്കാത്ത്, അവർ സക്കാത്ത് കൊടുക്കുന്നില്ല. നമസ്കാരത്തോടൊപ്പമാണ് പല സ്ഥലത്തും ഖുർആൻ എടുത്ത് പറഞ്ഞത്. നിസ്കരിക്ക് സക്കാത്ത് കൊടുക്കും, നിസ്കരിക്ക് സക്കാത്ത് കൊടുക്കും. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം കാര്യത്തിലെ 3ാമത്താണ്. അത് ഈ നിസാബ് എത്തിയ എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കൽ അവന്റെ ഒരു ബാധ്യതയാണ്. പല പണ്ഡിതന്മാരും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാൻ മരിച്ചു പോയാൽ പോലും ആ മരിച്ചോന്റെ സക്കാത്ത് വരെ ബാക്കിയുള്ളവർ കൊടുത്തിട്ട് വീട്ടണം, എന്നാലും അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നു. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട, അള്ളാന്റെ മുമ്പിൽ ബലിയർപ്പിക്കേണ്ട സംഗതിയല്ല. അത് പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കാൻ നമ്മളോട് പറയാം. ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഒരു ഇടപാടല്ല. 27-ാം രാവിലെ റമദാന്റെ അന്ന് എല്ലാ സ്ത്രീകളും എല്ലാ കുട്ടികളും എല്ലാ വീടുകളും കയറിയിട്ട് പണക്കാരന്റെ മുമ്പിൽ കൈനീട്ടി വാങ്ങുന്ന ഏതാനും തുച്ഛമായ സംഖ്യകൾക്ക് അല്ല ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സക്കാത്ത് സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. റസൂലിന്റെ അടുത്ത് യാചനയുമായി വന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അയാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ഒരു പുതപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പുതപ്പ് നീ കൊണ്ടുവാ. ആ പുതപ്പ് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലേലം ചെയ്ത് വിറ്റു. ആ കിട്ടിയ പണത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് അയാൾക്ക് ഒരു മഴ വാങ്ങി കൊടുത്തു. കുറച്ച് പൈസ അയാൾക്ക് അന്നത്തെ ചെലവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പണം കൊണ്ട് നീ ഇന്ന് ഭക്ഷണം വാങ്ങി, ഈ മഴ കൊണ്ട് നീ മലയിൽ പോയി വിറക് വെട്ടി അങ്ങാടി കൊണ്ടുവന്ന് വിൽക്ക്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു,
യാചന എന്ന് പറയുന്നത് അന്ത്യദിനത്തിൽ നിന്റെ മുഖത്ത് മാംസങ്ങളില്ലാത്ത ഒരവസ്ഥ വരുന്നതിനേക്കാൾ നല്ലത് അധ്വാനിച്ച് ജീവിക്കലാണ് എന്ന്. നമ്മൾ ഈ സക്കാത്തിന്റെ പേരും പറഞ്ഞ് 27-ാം രാവിന് എല്ലാ മാപ്പിള സ്ത്രീകളെയും വീടുകൾ കയറി വേലും കൊണ്ട് ചുറ്റിത്തിരിച്ചിട്ട് സക്കാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സംഗതിയെ വികൃതമാക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സക്കാത്തല്ല. സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവനും പണക്കാരും തമ്മിലുള്ള ഇടപാടല്ല. ഖുർആൻ പറഞ്ഞെന്താ അറിയോ? പാവപ്പെട്ടവന്റെ അടുത്ത് നിന്ന് സക്കാത്തുകൾ വാങ്ങണം, നീ സ്വീകരിക്കണം. മുഹാദിനെ യമനിലേക്ക് അയച്ചപ്പോ പറഞ്ഞതെന്താ? പാവപ്പെട്ടവർക്ക് വാങ്ങാം, പണക്കാരിൽ നിന്ന് വാങ്ങാം, എന്നിട്ട് പാവപ്പെട്ടവന് കൊടുക്കുക. അപ്പൊ പണക്കാരായ ആളുകളിൽ നിന്ന് സക്കാത്ത് ശേഖരിക്കുകയും എന്നിട്ട് പാവപ്പെട്ട അർഹനായ ആളുകൾക്ക് അത് കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇസ്ലാമിലെ സക്കാത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ സക്കാത്ത് പിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഖുർആൻ പറഞ്ഞെടുത്ത് 8 വിഭാഗം ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞെടുത്ത് ആരാണ് അവകാശികൾ എന്ന് പറഞ്ഞെടുത്ത് ആരാ? സക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക്. അവർക്ക് പോലും ശമ്പളം ഈ സക്കാത്തിൽ നിന്ന് കൊടുക്കാനാണ്. അതാ ഇസ്ലാമിന്റെ സംവിധാനം. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സംഘടിത സക്കാത്ത്. നമ്മൾ ആലോചിച്ച് പോകണം, സംഘടിത സക്കാത്ത് സംവിധാനം വ്യവസ്ഥാപിതമായി വന്നാൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല. ലോകത്ത് 57ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട്. ഈ 57ഓളം മുസ്ലിം രാഷ്ട്രങ്ങളിൽ സക്കാത്തിന്റെ കണക്ക് ഓരോ വർഷവും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം 200 ബില്യനാണ്. 200 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രൂപയിലേക്ക് 200 ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രൂപയിലേക്ക് ഒന്ന് മാറ്റി നോക്കിയപ്പോൾ 18 ലക്ഷം കോടി രൂപ. എത്ര? 18 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം 57 ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഔദ്യോഗികമായി പിരിച്ചെടുക്കുന്ന സക്കാത്തിന്റെ കണക്ക്. അല്ല, നമ്മുടെ ഇന്ത്യന്റെ കണക്കുകളുടെ കാര്യം. ഇസ്ലാമിക രാജ്യമല്ല, അത് വേറെ ഉണ്ട്, ഔദ്യോഗിക കണക്ക്. അപ്പൊ എത്ര കോടി രൂപ ഉണ്ടാവും സക്കാത്ത് ഇനത്തില്? ഈ സക്കാത്ത് ഇനത്തിൽ പിരിച്ചെടുക്കുന്ന ഈ സംഖ്യ നമ്മളെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് നമ്മൾ കൈനീട്ടുമ്പോ കൊടുക്കുന്ന 10-100 രൂപ അല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ അവന് ജീവിക്കാനുള്ള വഴി കണ്ടെത്തി കൊടുക്കുകയാണ്. ഒരു ദരിദ്രനായ മനുഷ്യൻ അവനെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ സക്കാത്ത് വന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലമെത്തിയപ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ല. വീണ്ടും സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി രാജ്യത്ത് പല സ്ഥലത്തും പോയി നോക്കുക. വിവാഹം കഴിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ? അവർക്ക് സക്കാത്ത് കൊടുക്ക്. നോക്കൂ, അങ്ങനെ ഇതൊരു ഉട്ടോപ്യൻ ആശയമല്ല ഇത്. ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള സക്കാത്ത് സംവിധാനം, സംഘടിതമായ സക്കാത്ത് സംവിധാനം എന്ന് പറയുന്നത് പൂർണ്ണമായും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത് പാവപ്പെട്ടവന് പ്രയാസപ്പെടുന്നവനെയും ആ പ്രയാസത്തിൽ നിന്ന് കരകയറ്റി അവനെ ധനികനാക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനമാണ് ഇസ്ലാമിന്റെ സക്കാത്ത്. അതുകൊണ്ടാണ് സക്കാത്ത് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക്, ഒരു പണക്കാരന് തന്റെ വീട്ടിൽ വരുമ്പോ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത് അതെവിടെ എത്തൂല. നേരെ മറിച്ച് ഒരു മഹല്ലിലുള്ള മുഴുവൻ ആളുകളും അവരുടെ സക്കാത്ത് കൃത്യമായി കണക്ക് നോക്കുക. എനിക്കെത്ര സ്വർണമുണ്ട്, എനിക്കെത്ര വരുമാനമുണ്ട്, എനിക്ക് വാടക ഇനത്തിൽ ഇത്ര വാങ്ങാനുണ്ട്, എന്റെ ബിസിനസ്സിൽ ഇത്ര ലാഭമുണ്ട്, അതൊക്കെ കണക്ക് നോക്കിയിട്ട് ഓരോരുത്തരും ആ കണക്കനുസരിച്ച് ഓരോ വർഷവും റമദാനിനാണ് കണക്ക് നോക്കുന്നതെങ്കിൽ ആ റമദാനിൽ ആ കണക്ക് നോക്കി ആ സക്കാത്തിന്റെ കണക്ക് കൃത്യമായി നോക്കിയിട്ട് സക്കാത്ത് സെല്ലിൽ ഏൽപ്പിക്കുക. അങ്ങനെ ഓരോ മഹല്ലും അങ്ങനെ ചെയ്യുമ്പോ ലക്ഷക്കണക്കിന് രൂപ സക്കാത്ത് സെല്ലിൽ ഉണ്ടാകും. അപ്പൊ ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും. ഏതെങ്കിലും 1-2 പാവപ്പെട്ടവന് അവന്റെ ജീവിതം ധന്യമായി മാറാൻ, അവന്റെ ജീവിതത്തിന്റെ പ്രയാസത്തിൽ നിന്ന് അവന് കരകയറാൻ എന്തുണ്ടൊരു വഴി എന്ന് അന്വേഷിച്ച് അവന് ജീവിക്കാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുക.
അതിനുവേണ്ടി ആ പണം ഉപയോഗിക്കുക. അടുത്ത കൊല്ലം അവന് സക്കാത്ത് കൊടുക്കേണ്ട, അടുത്ത കൊല്ലം അവൻ സക്കാത്ത് ഇങ്ങോട്ട് തരും. ഇതായത് ഇസ്ലാമിലെ സക്കാത്ത് സംവിധാനം. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ല എന്നൊരു അവസ്ഥ ഉണ്ടായത്. ഇതുപോലെ നമ്മൾ മാറ്റണം. നമ്മുടെ സക്കാത്ത് നമ്മൾ വെറും ഒരു തമാശയായി മാറ്റി. ഗൾഫിലുള്ള പാപ്പ മോന് റമദാനിൽ കൊടുക്കുന്ന സക്കാത്ത്, അമ്മ മരുവന് സക്കാത്ത് കൊടുക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്തിന്റെ പൈസ അയക്കുക. ഇതൊന്നുമല്ല സക്കാത്ത്. അതൊക്കെ ഹദിയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ കൃത്യമായി കണക്ക് നോക്കിയിട്ട് അത് ദരിദ്രരായ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾ, ആ പാവപ്പെട്ട ആളുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് എത്ര പൈസ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ള കണക്കൊന്നും എടുത്തു നോക്കി. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സംഖ്യ സക്കാത്ത് ഇനത്തിൽ മുസ്ലിങ്ങൾ ഓരോ വർഷവും കൊടുക്കുന്നുണ്ട്. ആ സംഖ്യ വ്യവസ്ഥാപിതമായി നമ്മളുടെ ഓരോ മഹല്ലുകളും അത് വ്യവസ്ഥാപിതമായി ചെലവഴിക്കുകയും ക്രമീകരിക്കുകയുമാണ് ആണെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാകും, കഷ്ടപ്പാടില്ലാതാകും, പ്രയാസമില്ലാതാകും. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് നമസ്കാരത്തെ പോലെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഈ റമദാനിന്റെ വേളയിൽ സക്കാത്തിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.